അസ്സലാമലൈക്കും. ഒട്ടും വിനാഗിരി ചേർക്കാത്തൊരു മാങ്ങ അച്ചാർ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 3 മാങ്ങയാണ്. വല്ലാതെ മൂപ്പ് ഏറിയിട്ടുണ്ട്, ചനച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ മാങ്ങ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒട്ടും വെള്ളമില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് അച്ചാറിന് എടുക്കേണ്ടത്. ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി മാറ്റുക. ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു പാന് ചൂടായതിനു ശേഷം ഇതിലേക്കായിട്ട് 1.5 ടീസ്പൂൺ കടുക്, 3/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് ഇത് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഉലുവന്റെ കളറ് മാറിപ്പോകരുത്. ഇത് വറുത്തെടുത്തതിന് ശേഷം ചൂടാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു പാനിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് അത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി നേരത്തെ വറുത്ത് വെച്ച കടുകും ഉലുവയുണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത കടുകും ഉലുവയും ഈ മാങ്ങാക്കൂട്ടിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്കായിട്ട് 2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും. ഇതിലേക്കായിട്ട് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. അതിനുശേഷം നേരത്തെ ചൂടാക്കി വെച്ച നല്ലെണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയുടെ 1/4 ഭാഗവും ഈ മാങ്ങാക്കൂട്ടിലേക്കായിട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഉലുവ ചേർത്തത് കൊണ്ട് തന്നെ ഈ മാങ്ങ അച്ചാർ കയ്പ്പ് രസം ഉണ്ടാവും. അത് മാറി കിട്ടണമെങ്കിൽ 1 മാസമെങ്കിലും പിടിക്കും കേട്ടോ. നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് മൂടി വെക്കണം. പിന്നീട് നമ്മൾ തുറന്നു നോക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. ആ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും ഈ മാങ്ങയിൽ നിന്നും എണ്ണയൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഊറി നിൽക്കുന്നുണ്ടാവും. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അച്ചാർ മാറ്റി കൊടുക്കുന്നത് ഗ്ലാസ് ജാറിലേക്ക് ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തന്നെയുമല്ല, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉൾഭാഗം വെയിൽ കൊള്ളിച്ച് നല്ല പോലെ ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ അച്ചാർ മാറ്റി കൊടുക്കേണ്ടത്. ഗ്ലാസ് ജാറിലേക്ക് ആക്കി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ അച്ചാറിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ അച്ചാറിന്റെ മുകളിലായിട്ട് എണ്ണ നിൽക്കണം. അച്ചാർ ജാറിലാക്കിയതിന് ശേഷം ബാക്കി വന്ന എണ്ണ ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു. ജാറിന്റെ 1/4 ഭാഗം മാത്രമാണ് അച്ചാർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ബാക്കി ഭാഗം ഒഴിവായിട്ട് വെക്കണം. കാരണം ഈ ഉലുവയും കടുകും ഒക്കെ ഒന്ന് ചേർത്ത് വരും. ആ സമയം ഇതിലൊഴിച്ച എണ്ണ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്.